ഒരു 2-3 മാസമായി നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ ഒന്ന് പോയിട്ട് നമുക്കൊന്ന് ഡൽഹി, ബീഹാർ, കൊൽക്കത്ത വഴിയൊക്കെ ഒന്ന് പോയി സഞ്ചരിച്ചിട്ടൊക്കെ വന്നാലോ. ഈ യാത്രയിൽ നമ്മൾ വന്ദേ സ്ലീപ്പറിലും കയറുന്നുണ്ട്. നമ്മളിന്ന് യാത്ര ചെയ്യാൻ പോകുന്നത് തിരുവനന്തപുരത്ത് നിന്ന് നിസാമുദ്ദീൻ വരെ പോകുന്ന സ്വർണ്ണ ജയന്തി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സിനാണ്. ഇതൊരു വീക്ക്ലി വണ്ടിയാണ്. അപ്പോൾ ഞാൻ കയറുന്നത് എറണാകുളത്ത് നിന്നാണ്. എറണാകുളത്ത് നിന്ന് നിസാമുദ്ദീൻ വരെയുള്ള യാത്രയുടെ 2 വീഡിയോ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഇതൊരു 10 ദിവസം ഒരു വലിയ ട്രിപ്പാണ്. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളങ്ങനെ എറണാകുളം ജംഗ്ഷൻ സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ്. അവിടെ കിടക്കുന്ന നമ്മുടെ ഇൻ്റർസിറ്റി, നമ്മുടെ കേരളത്തിൻ്റെ ഗതിമാൻ എന്നറിയപ്പെടുന്ന വണ്ടിയാണ്. ഇത് സൂപ്പർ ഫാസ്റ്റിന് എക്സ്പ്രസ് ആക്കിയെങ്കിലും ഇപ്പോഴും നല്ല പ്രയോറിറ്റി ഉള്ളൊരു വണ്ടിയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പാലക്കാട് നിന്ന് വന്നു. എന്തോ റണ്ണാന്നറിയോ, എല്ലാ വണ്ടിയും കയറി ഓവർടേക്ക് അടിക്കുകയാണ്, ഒരു രക്ഷയില്ല. സൂപ്പർ ഫാസ്റ്റിൽ കയറി ഇപ്പോൾ ഓവർടേക്ക് അടിക്കും. ഇത് എക്സ്പ്രസ് ആക്കിയെങ്കിലും സൂപ്പർ ഫാസ്റ്റിൻ്റെ പ്രയോറിറ്റി തന്നെയാണ് ഇപ്പോഴും വണ്ടിക്ക്. അപ്പോൾ നമ്മൾ പോകുന്നത് 12643 തിരുവനന്തപുരം ഹസ്രത്ത് നിസാമുദ്ദീൻ സ്വർണ്ണ ജയന്തി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സിനാണ്. ഇത് ആഴ്ചയിൽ ഒരു ദിവസം മാത്രമുള്ള വണ്ടിയാണ്. നമ്മുടെ കോർബ എക്സ്പ്രസ്സും അഹില്യനഗരി എക്സ്പ്രസ്സുമായിട്ട് റേക്ക് ഷെയറിംഗ് ഉള്ളൊരു ലോങ് ഡിസ്റ്റൻസ് വണ്ടിയാണിത്. അപ്പോൾ ഇത് ആഴ്ചയിൽ ചൊവ്വാഴ്ചയാണ് ഇവിടെ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് എടുക്കുന്നത്, തിരുവനന്തപുരം സെൻട്രലിൽ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനാണ് പോകുന്നത്. അത് ഇവിടെ 6 മണിക്ക് എത്തും വണ്ടി. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞു. ഞാനിവിടെ പ്ലാറ്റ്ഫോം 1 വന്നിരിപ്പുണ്ട്. അപ്പോൾ ഇവിടെ ഒരു വണ്ടി എടുക്കുന്നുണ്ട്. ഇതൊരു ICF വണ്ടിയാണ്. ഇത് നമ്മുടെ തിരുനാവായ അടുത്ത് മറ്റേ ഒരു മകമേള തന്നെ ഒരു കുംഭമേള പോലത്തെ സംഭവം നടക്കുന്നില്ലായിരുന്നു. അതിന് നോർത്ത് റെയിൽവേ വിട്ട് ഒരു സ്പെഷ്യൽ ട്രെയിനാണ് കിടക്കുന്നത്. ഇത് വാരണാസിയിൽ നിന്ന് എറണാകുളം വരെ വന്ന ഒരു സ്പെഷ്യൽ ട്രെയിനാണ്. ഫുൾ ICF ആണ് കേട്ടോ. അപ്പോൾ അത് ഇന്ന് രാത്രി ഇവിടെ നിന്ന് തിരിച്ച് വാരണാസിക്ക് പോകും. അപ്പോൾ അതിൻ്റെ റേക്ക് ഇവിടെ 1-ൻ്റെ 2-ൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഇട്ടേക്ക് വേണ്ടോ. വാരണാസിന്നും പിന്നെ ഋഷികേശിൽ നിന്ന് 2 ഇടത്തുനിന്ന് ഇതേപോലെ സ്പെഷ്യൽ ട്രെയിൻ ഓടിക്കുന്നുണ്ട് ഇവർ. ഇതാകെ 2-3 സർവീസ് എങ്ങാണ്ടേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ റേക്ക് ഇവിടെ കിടക്കുക. നമ്മുടെ സ്വർണ്ണ ജയന്തി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് കയറണൊക്കെ ദൂരേത് വരുന്നുണ്ട്. നല്ല ആളുണ്ട് കയറാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം നല്ല ആൾക്കാർ, സ്ലീപ്പറിലാണ് കൂടുതൽ ആൾക്കാരുള്ളത്. AC-യിലൊക്കെ ഓൾമോസ്റ്റ് അവിടെ നിന്ന് തന്നെ ഫില്ലായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടി വരുന്നുണ്ട്. WP7 ആണല്ലോ. കാരണമൊക്കെ ട്രാക്കിൻ്റെ നടക്കൊക്കെ കയറിയിപ്പോണ്ട്. എന്തോ ആണോ എന്തോ. ഡൽഹിക്ക് പോകുന്ന സ്വർണ്ണ ജയന്തി സൂപ്പർ ഫാസ്റ്റ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ലോക്കോ റോയപുരം ഷെട്ടിൻ്റെ ഒരു WP7 ആണ്. 30539 എന്നാണ് ഈ ലോക്കോയുടെ നമ്പർ കേട്ടോ. അപ്പോൾ ഈ ലോക്കോ ആണ് ഈ വണ്ടീനെ ട്രിവാൻഡ്രത്ത് നിന്ന് നിസാമുദ്ദീൻ വരെ കൊണ്ടുപോകുന്നത്. ഒറ്റ ലോക്കോ ആണ്. അപ്പോൾ നമ്മൾ പോകുന്നത് ഇതിൻ്റെ AC 2 ടയറിനാണ്. A2 ആണ് എൻ്റെ കോച്ച്. A1-ൻ്റെയും സ്ലീപ്പറിൻ്റെയും ഇടയ്ക്കായിട്ടാണ് A2 വരുന്നത് കേട്ടോ. ഇത് ആലപ്പുഴ വഴി വരുന്ന വണ്ടിയാണ്. അതാണ് എറണാകുളം ജംഗ്ഷനിൽ വന്ന് നിർത്തിയത്. ഇതാണ് നമ്മുടെ കോച്ച്. ഒരു പഴയ കോച്ചാണ് കേട്ടോ. 2013 ഉണ്ടാക്കിയ ഒരു പഴയൊരു കോച്ചാണ്. നമുക്കകത്ത് കയറാം. ഇത് പഴയൊരു കോച്ചാട്ടോ. നമുക്ക് പഴയ സാധ്യത എന്തുവാണ് ഇത് മഞ്ഞ പെയിൻ്റൊക്കെ അടിച്ചിരിക്കുന്നത്. പഴയൊരു കോച്ചാണ്. എൻ്റെ ബർത്ത് ആസീഷൽ നമ്മുടെ സ്വന്തം സൈഡ് ലോവറാണ്. 23 കോച്ചിന് അകത്തൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷേ പുറത്ത് ശോകമാണ്. അകത്തെന്നാലും ആ ഒരു പഴയ ഒരു ഇത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കോച്ച് വൻ ശോകമാണ്. പഴയ കോച്ചാണ്. അകത്ത് എൻ്റെ മുകളിലുള്ള ഒരു ചേച്ചിയാണ് സൈഡ് അപ്പറിൽ. ആദ്യമേ സൈഡിലോർ ചോദിച്ചു. ഞാൻ പറഞ്ഞു തരത്തില്ലെന്ന് പറഞ്ഞു. എനിക്ക് ഞാൻ ബുക്കിംഗ് തുടങ്ങുന്ന അന്നേ ഞാൻ ബുക്ക് ചെയ്ത ആൾ. ഞാൻ പറഞ്ഞു തരാൻ പറ്റത്തില്ല, ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ വണ്ടി ഇവിടെ നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ വണ്ടി വന്നത് 6:15 ആയപ്പോഴാണ്. 6:23 ഇപ്പോൾ വണ്ടി വിട്ടു. വണ്ടി കുറച്ച് ലേറ്റായിട്ടാണ് വന്നത്. അപ്പോൾ നമ്മുടെ വണ്ടിക്ക് വന്ദേ ഭാരതിൻ്റെ ഓവർടേക്കാണ്. കാരണം തൊട്ട് പുറയിൽ മറ്റേ മംഗലാപുരം വന്ദേ ഭാരത് വരുന്നത്. അപ്പോൾ അത് ഓവർടേക്ക് അടിക്കും. അതെവിടെ തൃശ്ശൂരിന് മുമ്പ് എന്തായാലും ഓവർടേക്ക് അടിക്കും, ഉറപ്പാണ്. സ്വർണ്ണ ജയന്തിക്ക് ഇനി അടുത്ത സ്റ്റോപ്പ് വരുന്നത് ആലുവ സ്റ്റേഷനിലാണ്. ആലുവ കഴിഞ്ഞാൽ പിന്നെ തൃശ്ശൂർ. അപ്പോൾ ആലുവയ്ക്കും തൃശ്ശൂരിനും ഇടയ്ക്ക് അത്യാവശ്യം സ്ലാക്ക് ടൈം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് വന്ദേ ഭാരത് കയറിപ്പോവും. നമ്മുടെ സ്വർണ്ണ ജയന്തിയുടെ തൊട്ട് മുന്നിൽ നാഗർകോവിൽ മംഗലാപുരം അമൃതഭാരത് എക്സ്പ്രസ് പോയിട്ടുണ്ട്. അതിപ്പോൾ എടപ്പള്ളി ആവുന്നു. നമ്മൾ കണ്ടിവിടെ എറണാകുളം ടൗൺ സ്കിപ്പ് ചെയ്യുകയാണ്. അപ്പോൾ മിക്കവാറും എടപ്പള്ളി അല്ല കളമശ്ശേരി എവിടെയെങ്കിലും വെച്ച് ഓവർടേക്ക് കൊടുക്കുമെന്ന് വിശ്വസിക്കുന്നു. പറയാൻ പറ്റത്തില്ല. നോക്കാം എന്തായാലും. നമുക്ക് 2 ദിവസം ഈ വണ്ടിയിൽ ചിലവഴിക്കേണ്ടതാണ്. ഇതിൻ്റെ വാഷ്റൂം ഒന്ന് നോക്കാം. വെസ്റ്റേൺ സ്റ്റൈലാണ്. പഴയ ടൈപ്പ് വാഷ്റൂം ആട്ടോ. താഴെയൊക്കെ വൃത്തിയൊക്കെ ഉണ്ട്, അങ്ങനെ സ്മെല്ലൊന്നുമില്ല. പക്ഷേ കണ്ടോ പഴയ ടൈപ്പ് കണ്ടോ, എന്തുവാ അല്ലേ, ശോകമാണ്. അപ്പുറത്തെ കോച്ച് A1 ആണ്. അത് പിന്നെയും കുഴപ്പമില്ല തോന്നുന്നു, കുറച്ചെങ്കിലും ഭേദമുണ്ട്. പക്ഷേ ഈ A2 ശോകമാണ്.
സ്വർണ്ണ ജയന്തി എങ്ങനെ അമൃത് ഭാരത് എക്സ്പ്രസ്സിനെ ഓവർടേക്ക് അടിച്ചിരിക്കുകയാണ്. അപ്പോൾ അമൃത് ഭാരതിൽ യാത്ര ചെയ്യുന്നവർ മനസ്സിലാക്കിക്കുക, സ്വർണ്ണ ജയന്തി ഓവർടേക്ക് അടിക്കും. കളമശ്ശേരി വെച്ച് നമ്മളതിനെ ഓവർടേക്ക് അടിച്ചു. ഇനിയിപ്പോൾ പുറകിൽ വരുന്ന വന്ദേ ഭാരത് അതിനെയും ഓവർടേക്ക് അടിക്കും, നമ്മളെ ഓവർടേക്ക് അടിക്കും. എന്നിട്ട് ആ വണ്ടിയായിരിക്കും ആദ്യം തൃശ്ശൂർ എത്തുന്നത്. എൻ്റെ ഇവിടെ 23 സൈഡ് ലോറാണ്. ഇവിടെ ഒരു ഫാമിലി ഉണ്ട്. അവിടുത്തെ പിള്ളേരൊക്കെ ഭയങ്കര ബാളാണ്. ഇവിടെ മോള് സൈഡപ്പറിലൊരു ചേച്ചിയാണ്. ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി സോറി തരാൻ പറ്റത്തില്ല. ഞാൻ ഈ ബുക്കിംഗ് തുടങ്ങുമ്പോഴേ ഞാൻ സൈഡ് ലോറ് കിട്ടാൻ വേണ്ടി നേരത്തെ തന്നെ ബുക്ക് ചെയ്യും. ബുക്കിംഗ് തുടങ്ങുന്ന അന്ന് രാവിലെ 8 മണിക്ക് ബുക്ക് ചെയ്യും. കാരണം നമ്മൾ പൈസ എടുക്കുന്നില്ല, നമുക്ക് ഇഷ്ടമുള്ള സീറ്റ് നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള പ്രിഫറൻസ് ഉണ്ടല്ലോ. ഇതിനകത്ത് പാൻട്രി ഉണ്ട് കേട്ടോ. പക്ഷേ പാൻട്രിയിലെ ഫുഡ് ഞാൻ വാങ്ങണമെന്ന് ഇങ്ങനെ ആലോചിക്കുക. ഇന്ന് രാത്രി തന്നെ ഞാൻ തൃശ്ശൂരിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. വേണം നാളെ വല്ലതും പാൻട്രിയിലെ ഫുഡൊന്ന് വേണം ട്രൈ ചെയ്യാം. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ കോച്ച് ഭയങ്കര ശോകം കോച്ചാണ്, പഴയ കോച്ചാണ്. ഇവിടെ ഒരു ചാർജിങ് പോയിൻറ്റ് പോലും ഇല്ല. കണ്ടോ, ചാർജിങ് പോയിൻറ്റിൻ്റെ അവിടെ ഒന്നുമില്ല. ചാർജിങ് പോയിൻ്റ് ഇല്ല ഇവിടെ. സൈഡപ്പറിലും കണ്ടായിരുന്നു. സൈഡപ്പറിലുണ്ടോ? സൈഡപ്പറിലും ഇല്ല ചാർജിങ് പോയിൻ്റ്. അടിപൊളി. LHBയുടെ ഈയിടെ ഇറങ്ങുന്ന സെക്കൻഡ് AC എല്ലാം കിടിലാണ്. 2020 തൊട്ട് ഇറങ്ങുന്നതെല്ലാം നല്ല കോച്ചാണ്. പക്ഷേ അതിന് മുമ്പ് ഇറങ്ങിയ കോച്ചെല്ലാം വളരെ ശോകമാണ്. നമുക്കതാണ് ഒരെണ്ണം കിട്ടിയത്. 2013 ചാർജിങ് പോയിൻ്റ് പോലും ഇല്ല മര്യാദയ്ക്ക്. എവിടെ കുത്തു ഇത് പറ. നമ്മുടെ കോച്ചിൻ്റെ തൊട്ടപ്പുറത്ത് സ്ലീപ്പറാണ് കേട്ടോ, S1 ആണ് അവിടെ. അപ്പോൾ ഇവിടെ ഇരിഞ്ഞാലക്കുട സ്റ്റേഷനിൽ ഇപ്പോൾ കുറച്ച് നേരം ഒരു 10 മിനിറ്റ് ആവാറായി പിടിച്ചിട്ടിട്ട്. പിടിച്ചിട്ടേക്കുവാണ്, രക്ഷയില്ല. ഒരു 10 മിനിറ്റായി. സംഭവം എന്ന് വെച്ചാൽ മുന്നിൽ ഇങ്ങനെ നേരെ പോലെ വണ്ടിയാണ്. തൊട്ട് മുന്നിൽ ഐലൻഡ് ഉണ്ട്, അതിന് മുന്നിൽ ആലപ്പുഴ കണ്ണൂരുണ്ട്. അപ്പോൾ ഇത് ഐലൻഡിനാണ് അറിയാലോ, എല്ലായിടത്തും സ്റ്റോപ്പ് ഉണ്ടല്ലോ. പുതുക്കാടൊക്കെ സ്റ്റോപ്പുണ്ട്. അപ്പോൾ പുതുക്കാടൊക്കെ വിട്ട് ക്ലിയർ ആവണ്ടേ, അത് ഇങ്ങനെ പിടിച്ചിട്ടേക്കുവാണ്. വന്ദേ ഭാരത് അടിച്ച് മിന്നിച്ച് ഇപ്പോൾ അങ്കമാലിയൊക്കെ കയ്യിൽ അത് മിന്നൽ പോലെ വരും. അപ്പോൾ മിക്കവാറും പുതുക്കാട് അല്ലെ ഒല്ലൂർ, പുതുക്കാട് ലൂപ്പ് ചെയ്യുമായിരിക്കും. പുതുക്കാട് വെച്ച് നമ്മൾ ഒതുക്കിയിട്ട് മിക്കവാറും വന്ദേ ഭാരത് കയറിപ്പോവും ഇങ്ങനെയാണെങ്കിൽ. ഇവരുടെ കൺട്രോളിങ് നോക്കണേ, ഭയങ്കര കേട്ടോ. നമ്മൾ ഇരിഞ്ഞാലക്കുട എത്തിയപ്പോഴേക്കും വന്ദേ ഭാരത് ആലുവയൊക്കെ ആയി. അപ്പം നമ്മളിവിടെ ഇരിഞ്ഞാലക്കുട ചവിട്ടി എന്താണെന്ന് വെച്ചാൽ മുന്നിൽ ഐലൻഡ് ഉള്ളതുകൊണ്ടാണ്. ഐലൻഡ് പുതുക്കാട് കിടക്കുന്നതുകൊണ്ട് ഇവിടെ ചവിട്ടി. ഇപ്പോൾ ഐലൻഡ് തൃശ്ശൂർ എത്താറായി, നമ്മളിപ്പോഴും ഇരിഞ്ഞാലക്കുട കിടക്കുകയാണ്. വന്ദേ ഭാരത് കണ്ട് അടിച്ച് മിന്നിച്ച് ചാലക്കുടി ആവാറായി. ആ സാധനം കയറിപ്പോവും. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ അതിന് വേണ്ടിയാണ് ഇവിടെ നമ്മളെ പിടിച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ വന്ദേ ഭാരത് ഇപ്പോൾ കയറിപ്പോവും. വന്ദേ ഭാരത് ഒത്തിരി പുറകെ കിടന്നതാണ്. അപ്പോൾ എന്താ അല്ലേ, അത് എങ്ങനെ വന്നാലും ആ വണ്ടീനെ ഇവർ കയറ്റി വിടും. ഒരു ഇതുമില്ല, അതിന് ഒരു കോംപ്രമൈസും ഇല്ല. വന്ദേ ഭാരത് ചാലക്കുടി എത്തിയപ്പോഴേക്കും ഇവിടെ പച്ച കത്തി. അപ്പോൾ വന്ദേ ഭാരത് ഇപ്പോൾ കയറി നമ്മളെ ഓവർടേക്ക് അടിക്കും. ആദ്യം പോയത് നമ്മുടെ മംഗലാപുരം വന്ദേ ഭാരത്. രണ്ടാമത് പോയത് ഏകദേശം 6 മണിക്കൂർ ലേറ്റായിട്ട് ഓടുന്ന ഗരീബ് രഥ് മുംബൈ കൊച്ചുവേളി, അതാണിപ്പോൾ പോയത്. ഈയിടെയായിട്ട് കൊങ്കൺ വഴി വരുന്ന വണ്ടികളെല്ലാം ഭയങ്കര ലേറ്റാണ്. എന്താണെന്നറിയത്തില്ല. കൊങ്കൺ ഇപ്പം സൗത്ത് ഈസ്റ്റേൺ റെയിൽവേ പോലെ ആയെന്ന് തോന്നുന്നു. എല്ലാ വണ്ടികളും തേപ്പാണ്. നേത്രാവതിയും മറ്റേ മുംബൈ LTT കൊച്ചുവേളി എല്ലാം ഇത് തന്നെ നല്ല ലേറ്റാണ്. ഇത് സൂപ്പർ ഫാസ്റ്റ് ആണെങ്കിലും അത്യാവശ്യം സ്ലാക്ക് ടൈമൊക്കെ കൊടുത്തിട്ടുണ്ട്. അവിടെ ഇവിടെയൊക്കെ തൃശ്ശൂരൊക്കെ സ്ലാക്ക് ടൈം ഉണ്ട്. എന്തായാലും അതുകൊണ്ട് വണ്ടി ഓൺ ടൈം ഓടിക്കോളും, സീനില്ല. എന്തായാലും കോച്ച് ഭയങ്കര ശോകമായിപ്പോൾ കേട്ടോ. ഈ യാത്രയുടെ ആ ഒരു ഫസ്റ്റ് ഇമ്പ്രഷൻ തന്നെ പോയി കിട്ടി കോച്ച് ശോകമായതോടുകൂടി. എന്തൊരവസ്ഥയല്ലേ. ഇതിൻ്റെ തൊട്ട് ബാക്കിൽ സ്ലീപ്പറാണ്. സ്ലീപ്പറിൻ്റെ ബാക്കിൽ പാൻട്രി കാറ്, അതിൻ്റെ ബാക്കിൽ വീണ്ടും സ്ലീപ്പർ. ഇവിടെ നിന്ന് അങ്ങോട്ട് സ്ലീപ്പറാണ്. മുന്നോട്ടാണ് AC. ആദ്യം AC എക്കണമി, ജനറൽ കഴിഞ്ഞാൽ പിന്നെ AC എക്കണമി 3 എണ്ണം എന്തോ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് 3 ടയർ,
2 ടയർ 2 ഇതിന് ഫസ്റ്റ് എ സി ഒന്നുമില്ല, 2 2 ടയർ പിന്നെ ബാക്കി സ്ലീപ്പർ. നമ്മളങ്ങനെ തൃശ്ശൂർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും നമുക്ക് തേപ്പ് കെട്ടിയിട്ട് നമ്മളാകെ ഇപ്പോൾ ഒരു 20 മിനിറ്റ് ലേറ്റേ ഉള്ളൂ. നമ്മുടെ ഫുഡ് ഇവിടെ എത്തും. പൊറോട്ടയും പിന്നെ ഗാർലിക് ബീഫും ഞാൻ പറഞ്ഞായിരുന്നു. കേരളം വിടുന്നതിന് ഇപ്പോൾ ബീഫ് കഴിച്ചിട്ട് ഇറങ്ങാതെ വെച്ചു. ഇവിടെ കിടക്കുന്ന ഏത് വണ്ടിയാണെന്നറിയോ? ഈയിടെ സർവീസ് ആരംഭിച്ച നമ്മുടെ ഗുരുവായൂർ തൃശ്ശൂർ പാസഞ്ചർ ഉണ്ടല്ലോ, അതാണ് കിടക്കുന്നത്. അപ്പോൾ അത് മറ്റേ ചെന്നൈക്മോർ ഗുരുവായൂർ എക്സ്പ്രസിൻ്റെ റേക്ക് വെച്ചാണ് ഈ സർവീസ് ഓടുന്നത്. അപ്പോൾ അതാണ് AC ഒക്കെ കാണുന്നത്. അപ്പോൾ ഗുരുവായൂർ തൃശ്ശൂർ പാസഞ്ചറാണ് ഇപ്പോൾ ഇവിടെ കിടക്കുന്നത്. കണ്ടാ ഇതിൻ്റെ ഫസ്റ്റ് റണ്ണിന് അവർ LHB റേക്കാണ് യൂസ് ചെയ്തത്. അത് ജസ്റ്റ് ഇനാഗ്രേഷന് വേണ്ടി ഒരു മോഡിക്ക് വേണ്ടി അവർ ചെയ്തതാണ്. പക്ഷേ റെഗുലർ റണ്ണ് ICF ആണ്. ആദ്യമായിട്ട് സൊമാറ്റോയുടെ നല്ല പണി കിട്ടി. ഞാൻ പൊറോട്ടയും മറ്റേ ഗാർലിക് ബീഫ് ഓർഡർ ചെയ്താണ്. അതിൽ പൊറോട്ട മാത്രമേ കിട്ടിയുള്ളൂ. ഞാൻ എന്നിട്ട് ഞാൻ കാണിച്ചു തരാം, അല്ലെങ്കിൽ വിശ്വാസം വരില്ല. അതിൽ പൊറോട്ട മാത്രമാണ് കിട്ടിയത്, കറി കിട്ടിയില്ല. അപ്പം ഞാൻ സൊമാറ്റോയിൽ ചാറ്റ് ചെയ്ത് അവരപ്പം തന്നെ വിളിച്ച് സോറിയൊക്കെ പറഞ്ഞ് റീഫണ്ട് ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല പരിപാടി എന്തായാലും. പൊറോട്ട മാത്രം കൊടുത്തിട്ട് ഹോട്ടലുകാരെ വേണം പറയാൻ. ഹോട്ടൽ അക്ഷയ മൾട്ടി ക്യുസീൻ എന്നൊരു ഹോട്ടലാണ്. ഹോട്ടലുകാരെ വേണം ആദ്യം പറയാൻ, അവരാണ് വിടാനത്. കണ്ട പൊറോട്ട മാത്രമുള്ളത് കണ്ട, ഞാൻ കാണിച്ചു തരാം. കണ്ട ഈ ഒറ്റയ്ക്ക് ഈ കാണുന്നത് വേറെ ഒന്നുമില്ല. ഇത് കണ്ട പൊറോട്ട മാത്രമേ ഉള്ളൂ. ഇതാണ് സംഭവം. കണ്ട നല്ല ബെസ്റ്റ് സർവീസാണ് എന്തായാലും. എന്നിട്ട് ഞാൻ വിളിച്ചു പറഞ്ഞ് അവർ റീഫണ്ട് ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി പാലക്കാട് നിന്ന് സ്വിഗ്ഗി വഴി കറി പറഞ്ഞിട്ടുണ്ട്, അതിന് കിട്ടുമോ എന്തോ ആർക്കറിയാം. സ്വർണ്ണജയന്തി വടക്കാഞ്ചേരി സ്റ്റേഷനിൽ കൊണ്ട് ഇപ്പോൾ പിടിച്ചിട്ടേക്കുവാണ്. തൊട്ട് മുന്നിൽ ഐലൻഡ് എക്സ്പ്രസ് ഇങ്ങനെ ഉരുണ്ട് പോകുന്നതുകൊണ്ട് ഇത് ഇങ്ങനെ ഉരുണ്ട് പോവുകയാണ്. ഓവർടേക്ക് ഒന്നും കൊടുക്കുമെന്ന് തോന്നുന്നില്ല, കാരണം അതാണ് ആദ്യം പോകേണ്ടത്. സൂപ്പർ ഫാസ്റ്റ് ആണെന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ഇങ്ങനെ പയ്യെ പോകാനാണ് വീതി. കേരളം വിട്ടാലായിരിക്കും ഇത് കുറച്ചെങ്കിലും പറന്ന് പോകുന്നത്. കേരളത്തിൽ വലിയ ഉരുട്ടലാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞായിരുന്നു ഇതേപോലെ ഈ ഷൊർണൂർ എറണാകുളം സ്ട്രെച്ച് ഇവർ ഓട്ടോമാറ്റിക് സിഗ്നലിങ് ആക്കുന്നുണ്ട്. അതാക്കിയാൽ ഈ പിടിച്ചിടലൊക്കെ ഒന്ന് നിൽക്കും, പക്ഷെ അതാവാൻ ടൈം എടുക്കും എന്തായാലും. നമ്മൾ എറണാകുളത്ത് നിന്ന് വിട്ടിട്ട് എല്ലായിടത്തും ഒരു അരമണിക്കൂർ ലേറ്റോടുകൂടിയാണ് എത്തുന്നത് കേട്ടോ. എങ്ങും ഓൺ ടൈം ഒന്നുമല്ല. ഓൺ ടൈം ആവുമ്പോൾ മിക്കവാറും തമിഴ്നാടൊക്കെ ആവേണ്ടി വരും. നമ്മൾ പാലക്കാട് എത്തിയപ്പോഴും ഭക്ഷണം കിട്ടിയതുകൊണ്ട് കറി മേടിച്ചത് അത് കിട്ടി. ശരിക്കും ഈ സ്വിഗ്ഗി ഈ ഡെലിവറി ചെയ്യുന്ന സ്വിഗ്ഗി അല്ല സൊമാറ്റോ ഏതാണെങ്കിലും ഡെലിവറി സ്റ്റേഷനിൽ ഡെലിവറി ചെയ്യുന്നതിന് സമ്മതിക്കണം. കാരണം സ്റ്റേഷനിൽ വണ്ടി എടുത്തുന്ന ഒരു മാക്സിമം 5 മിനിറ്റാണ്. അതിനുള്ളിൽ എല്ലായിടത്തും ഡെലിവറി ചെയ്യുന്നവർ ആകെ ഓടിപ്പിടിച്ചാണ് ഡെലിവറി ചെയ്യുന്നത്. സമ്മതിച്ചു കൊടുക്കണം കേട്ടോ. സ്വർണ്ണജയന്തി എക്സ്പ്രസ്സിന് നമ്മൾ 2 രാത്രി കഴിഞ്ഞിട്ടാണ് ഡൽഹി എത്തുന്നത്. അതായത് ചൊവ്വാഴ്ച കയറി വ്യാഴാഴ്ച വൈകിട്ട് എത്തത്തുള്ളൂ. അപ്പോൾ ചൊവ്വാഴ്ച രാത്രി ഇന്ന് കഴിഞ്ഞ അടുത്ത ദിവസം രാവിലെ നമ്മൾ എണീക്കുമ്പോൾ തിരുപ്പതി ഒക്കെ എത്താറാവും, ചിറ്റൂർ ആ റേഞ്ചൊക്കെ ആവും. അപ്പോൾ രാവിലെ കാണാം. അപ്പോൾ അടുത്ത ദിവസം രാവിലെ നമ്മുടെ സ്വർണ്ണജയന്തി എക്സ്പ്രസ് ഇപ്പം നമ്മുടെ ആന്ധ്രാപ്രദേശിലെ പക്കാല ജംഗ്ഷനിൽ ഒന്ന് പിടിച്ചിട്ടേക്കാണ്. ഇതൊരു സിംഗിൾ ലൈൻ റൂട്ടായതുകൊണ്ട് ക്രോസിംഗ് ഉണ്ട്. അപ്പോൾ അപ്പുറത്തെ ക്രോസിങ്ങിനായിട്ട് വരുന്ന വണ്ടി കാണിച്ചു തരാം. ഇത് നമ്മുടെ ശേഷാദ്രി എക്സ്പ്രസ്, അതായത് കാക്കിനട ടൗണിൽ നിന്നും SMVT ബാംഗ്ലൂർ വരെ പോകുന്ന ശേഷാദ്രി എക്സ്പ്രസ്, അതായത് നമ്മുടെ നാഗർകോവിൽ കൊച്ചുവേളി പാസഞ്ചറായിട്ട് പോകത്തില്ലേ, ആ വണ്ടിയാണ് ഇത്. കണ്ട അത് കണ്ട് ഇവിടെ വന്ന് കയറുകയാണ്. അപ്പോൾ അത് കയറാൻ വേണ്ടിയാണ് ഇവിടെ നമ്മുടെ സ്വർണ്ണജയന്തിനെ ഇവിടെ പിടിച്ചിട്ട്. നോർത്ത് ഇന്ത്യയിലെ തണുപ്പ് അറിയാമല്ലോ, ഇവിടെ തണുപ്പ് ഇപ്പോഴേ തുടങ്ങി. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ കൂടെ തണുപ്പായിരിക്കും, നല്ല തണുപ്പായിരിക്കും. ഞാനാണെങ്കിൽ മറ്റേ ഡെക്കാത്ലോണിലെ ടൈപ്പ് ഉടുപ്പാണെല്ലാം എടുത്തത്. ഇത് കണ്ട ഇങ്ങനത്തെ ടൈപ്പ് 2-3 ഉടുപ്പ് പുതിയ മേടിച്ചായിരുന്നു, അങ്ങനത്തെയാണ് എടുത്തത്. തണുപ്പത്തിടുന്ന ആകെ ഒറ്റൊരെണ്ണം എടുത്തിട്ടുള്ളൂ. നമ്മുടെ വണ്ടി ഇപ്പം ബിഫോർ ടൈമാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. 7:05 ഇത് തിരുപ്പതി എത്തേണ്ട ടൈം. അതിന് മുന്നേ എത്തും, പക്ഷേ ക്രോസിങ് അവിടെ ഇവിടെയൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. കാരണം ഒരു മെമുവും പിന്നെ വേറെ ഏതൊരു വണ്ടിയൊക്കെ ഇങ്ങോട്ട് വരാറുണ്ട്. ഈ വണ്ടി ഇപ്പോഴും നല്ല അടിപൊളി ഫ്രഷ് ആയിട്ടിരിക്കും കേട്ടോ, നല്ല വെടിപ്പായിട്ട് ഇപ്പുണ്ട്. നമുക്ക് വിടാൻ പോവാം.
സ്വർണ്ണ ജയന്തി ഇപ്പോൾ തിരുപ്പതി എത്താറായിട്ടുണ്ട്. 15 മിനിറ്റ് നേരത്തെയാണ് നമ്മൾ തിരുപ്പതി കയറാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ തിരുപ്പതി ഔട്ട്സ്കേർട്സിലെത്തി. ഇപ്പോൾ നമ്മൾ തിരുപ്പതി കയറും. ഈ സ്വർണ്ണ ജയന്തിൻ്റെ പേരിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 50 വർഷമായി. 1997 ഗോൾഡൻ ജൂബിലി ആയിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഇന്ത്യൻ റെയിൽവേസ് അന്ന് ഒരു സീരീസ് ഓഫ് സെറ്റ് സൂപ്പർ ഫാസ്റ്റ് ട്രെയിൻസ്, ഈ സ്വർണ്ണ ജയന്തി എല്ലാം സൂപ്പർ ഫാസ്റ്റ് വണ്ടികളാണ്. പക്ഷേ സ്വർണ്ണ ജയന്തിയുടെ പേരിലൊരു രാജധാനിയുണ്ട്, അഹമ്മദാബാദിൽ നിന്ന് ഡൽഹി വരെ പോകുന്ന സ്വർണ്ണ ജയന്തി രാജധാനി. അങ്ങനെ സ്വർണ്ണ ജയന്തി എന്ന് പറഞ്ഞ പേരുള്ള ഒരു സെറ്റ് ഓഫ് സൂപ്പർ ഫാസ്റ്റ് ട്രെയിൻസ് ഇറക്കി നമ്മുടെ ഈ രാജ്യ തലസ്ഥാനമായിട്ട് പല സ്റ്റേറ്റിലെ തലസ്ഥാനമായിട്ട് കണക്ട് ചെയ്യുന്ന ടൈപ്പ്. അതാണ് സ്വർണ്ണ ജയന്തി എക്സ്പ്രസ് എന്ന് പറയുന്നത്. സൂപ്പർ ഫാസ്റ്റ് വണ്ടിയാണ്. അപ്പോൾ മൈസൂറിനും ഇതേപോലൊരു സ്വർണ്ണ ജയന്തി ഉണ്ട്. പിന്നെ നമ്മുടെ ഇവിടെ നിന്നാണ് സ്വർണ്ണ ജയന്തി ഉള്ളത്. തമിഴ്നാട്ടിൽ നിന്നില്ലെന്ന് തോന്നുന്നു. വളരെ കുറച്ചേ ഉള്ളൂ അങ്ങനെ സ്വർണ്ണ ജയന്തി. അപ്പോൾ നമ്മുടെ ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയിട്ട് ഗോൾഡൻ ജൂബിലി ആയപ്പോൾ ഇറക്കിയ ഒരു സെറ്റ് ഓഫ് ട്രെയിൻസ് ആണ് ഈ സ്വർണ്ണ ജയന്തി. അതാണ് സ്വർണ്ണ ജയന്തി, 50 years ഗോൾഡൻ ജൂബിലി, അതാണ് അർത്ഥം. അങ്ങനെ നമ്മൾ തിരുപ്പതി എത്തിയിരിക്കുകയാണ്. 15 മിനിറ്റ് നേരത്തെ. ഈ വണ്ടി ശരിക്കും പറഞ്ഞാൽ നമ്മളവിടെ നിന്ന് തിരുപ്പതിക്ക് വരാൻ വേണ്ടി ഇത് ബെസ്റ്റ് വണ്ടിയാണ്. കാരണം രാത്രിയല്ലേ, വൈകിട്ട് കയറിയാൽ രാവിലെ 7 മണിയാകുമ്പോൾ നമ്മൾ തിരുപ്പതി എത്തും കേട്ടോ. വീക്കിലി വണ്ടിയാണ്, ചൊവ്വാഴ്ച മാത്രമേ ഉള്ളൂ. അതാണ് ഒരു പ്രശ്നം. ഹൈദരാബാദ് റെഡ്സോളോ? ഇത് ബീഹാർ പോകുന്ന വണ്ടിയാണല്ലോ ഇത്. ഹൈദരാബാദ് റെഡ്സോൾ എന്ത് ഇവിടെ കിടക്കുന്നത്? റേറ്റ് ഷെയറിങ് വല്ലതും കാണും മിക്കവാറും തിരുപ്പതിയിലും വണ്ടിയായിട്ട്. ഈ വണ്ടി പോകുന്ന റൂട്ട് സാധാരണ നമ്മുടെ മെയിൻ റൂട്ട് തന്നെയാണ്. കേരള എക്സ്പ്രസ് ഒക്കെ പോകുന്ന ആ റൂട്ട് തന്നെയാണ്. ഇവിടെ നിന്ന് നേരെ റെഡിഗുന്ത, പിന്നെ അവിടെ നിന്ന് ഗുഡൂർ, വിജയവാഡ, അങ്ങനെ ബല്ലർഷ വഴിയാണ് അത് പോകുന്നത്. വേറെ പ്രത്യേകിച്ച് വേറെ റൂട്ടൊന്നുമല്ല, സെയിം റൂട്ട് തന്നെയാണ് പോകുന്നത്. ഇവിടെ അപ്പുറത്തെ വണ്ടിയുടെ ആ കോച്ചിൻ്റെ നിറം നിങ്ങൾ കണ്ടോ? ഈ ഒരു സംഭവത്തിനെ ബെസല്ലസ് കോച്ച് എന്ന് പറയും. അതായത് ഒരു പെയിൻ്റ് ഇല്ലാത്ത എന്നുള്ളൊരു അർത്ഥമാണ് ശരിക്കും വരുന്നത് കേട്ടോ. ഇതിന് ഈ ഗ്ലാസ് സ്ക്രാച്ച് പ്രൂഫ് ആണെന്നൊക്കെയാണ് പറയുന്നത്, എനിക്കറിയത്തില്ല. ഇതാണ് ബെസല്ലസ് കോച്ച് എന്ന് പറയുന്നത്. നമ്മളവിടെ ചില വണ്ടികളൊക്കെ ഇതേപോലെ കാണാറുണ്ട്, ഈ ബെസല്ലസ് കോച്ച്. ഇതാണ് സംഭവം. എനിക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയത്തില്ല, അറിയാവുന്ന കാര്യമാണ് പറഞ്ഞത്. ഇതിനെപ്പറ്റി കൂടുതൽ അറിയാവുന്ന രീതി ഈ വീഡിയോയുടെ കമൻറ്റിലൊന്നും പറഞ്ഞു ഇതെന്താ സംഭവം എന്ന്. എനിക്ക് അറിയാവുന്ന അറിവ് വെച്ച് ഞാൻ പറഞ്ഞതാണ് ഈ ബെസല്ലസ് കോച്ച്. എന്താ എനിക്ക് വലിയ പിടിയിട്ടൊന്നുമില്ല. ഇതേപോലെ മറ്റേ അന്ത്യോദയുടെയും ഇതേപോലൊരു കോച്ചുണ്ട്, ഇതേപോലെ പെയിൻ്റ് അടിക്കാത്ത ടൈപ്പ്. എന്താ ഉദ്ദേശം എന്ന് എനിക്കറിയത്തില്ല ഇങ്ങനെ ചെയ്ത് വെക്കുന്നതിൻ്റെ. കാണാനൊരു പ്രീമിയം ലുക്കൊക്കെ ഉണ്ടല്ലേ, ഒരു വെറൈറ്റി ടൈപ്പ്. സാധാരണ റെഡിനെക്കാട്ട് ഒരു വെറൈറ്റി. ഇവിടെ തിരുപ്പതി സ്റ്റേഷനിൽ മുകളിൽ വലിയൊരു ഫൂട്ട് ഓവർ ബ്രിഡ്ജ് പണിയുന്നുണ്ടോ? അതുകൊണ്ടോ ഇത് വലിപ്പം നോക്കി, എൻ്റെ ദൈവമേ എത്ര വീതി നോക്കുന്നുണ്ടോ? അയ്യോ നല്ല വീതിയുണ്ട് കണ്ടോ. വലിയ ഫൂട്ട് ഓവർ ബ്രിഡ്ജ് 2 ഉണ്ട് കണ്ടോ, അപ്പുറത്തും ഉണ്ട് കണ്ടോ. ഇവിടെ ഈ സ്റ്റേഷൻ റീഡെവലപ്മെൻറ്റ് പണി നടക്കുന്നതുകൊണ്ടേ ഫുള്ള് സ്റ്റേഷനൊക്കെ മൊത്തം പൊളിച്ചിട്ടേക്കാം, പ്ലാറ്റ്ഫോം ആണെങ്കിലും എല്ലാം. നമ്മൾ 6:45 വന്നാണ് ഇവിടെ. ഇനിയിപ്പോൾ 7:10 എടുക്കത്തുള്ളൂ, കാരണം ഇതിന് ടൈം 7:10. നമ്മളൊത്തിരി നേരത്തെ അടിച്ചു കയറി വന്നതാണ്. ഇത് ഒത്തിരി ഇറക്കിയാണ് നമ്മുടെ വണ്ടി ഇട്ടേക്കുന്നത് കേട്ടോ. ഇതിനാകെ ഒരു ജനറൽ മാത്രമേ ഉള്ളൂ. ഒരു ജനറൽ, ബാക്കിൽ 2 ഉണ്ട്, പക്ഷെ മുന്നിൽ 1 ഉള്ളൂ. ജനറൽ വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. നമുക്ക് വലിയ തിരക്കൊന്നുമില്ല ജനറൽ. സീറ്റൊക്കെ ഉണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്, വലിയ തിരക്കൊന്നുമില്ല. അപ്പോൾ ഞാൻ കരുതി ഇതിൻ്റെ ജനറലൊക്കെ ഫുള്ളായിരിക്കുന്നത്. ഇതുകൊണ്ട് ഇരിക്കാനൊക്കെ ഇഷ്ടംപോലെ സീറ്റുണ്ട്, വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. അതെന്തായാലും കൊള്ളാം. ഞാൻ ചുമ്മാ നമ്മുടെ ലോക്കോടെ പടം എടുക്കാൻ വേണ്ടി ഇവിടെ വന്നതാണ്. ലോക്കോ ഒത്തിരി ഇറക്കിയിട്ടേക്ക് നമുക്ക് വരയ്ക്ക് പടം കിട്ടത്തില്ല. നമ്മുടെ സ്വർണ്ണ ജയന്തി സൂപ്പർ ഫാസ്റ്റിൻ്റെ ലോക്കോ ആണിത്. റോയപുരം ഷെഡിൻ്റെ ഒരു WP7 ആണ്, 30539. അപ്പോൾ അതിവിടെ കിടക്കുകയാണ്. ക്രൂ ഒക്കെ ഇവിടെ നിന്ന് കയറിയിട്ടുണ്ട്. ഇവിടെ ക്രൂ ചേഞ്ച് ഉണ്ടായിരുന്നു. അപ്പോൾ പുതിയ ക്രൂ ഒക്കെ കയറി റെഡി ആയിരിപ്പുണ്ട്. വണ്ടി 7:10 ഇവിടെ. ഇപ്പോൾ 7 മണി ആയതേ ഉള്ളൂ സമയം.
ആ പോകുന്ന വണ്ടി കാച്ചിക്കൂടെ തന്നെ ചിറ്റൂർ വരെ പോകുന്ന വെങ്കടാദ്രി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണ് പോകുന്നത് കേട്ടോ. നമ്മൾ വന്നത് ചിറ്റൂർ വഴിയാണ്, അപ്പോൾ അത് ചിറ്റൂരിലേക്ക് പോകുന്ന ട്രെയിനാണ് കേട്ടോ, വെങ്കടാദ്രി സൂപ്പർ ഫാസ്റ്റ് കേട്ടോ. ഈ തിരുപ്പതി വഴി പോകുന്ന വണ്ടികളും ഈ തിരുപ്പതിയിൽ വിടുന്ന വണ്ടികൾക്കെല്ലാം ഈ വെങ്കടാദ്രി അങ്ങനത്തെ ടൈപ്പ് പേരുകളായിരിക്കും. തിരുമല എക്സ്പ്രസ്, 7 ഹിൽസ് എക്സ്പ്രസ്, അങ്ങനെ ഇവിടുത്തെ തിരുപ്പതി അമ്പലമായിട്ടും പിന്നെ ഇവിടുത്തെ ലോർഡ് വെങ്കടേശ്വരമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പേരുകളായിരിക്കും ഇവിടുത്തെ ട്രെയിനുകൾക്കും. തിരുപ്പതി വരുന്നവർക്ക് അറിയാമായിരുന്നു ഈ ക്ലോക്ക് റൂമിൽ ഈ മറ്റേ ലോക്കില്ലാത്ത ലഗേജ് ഇവർ വെക്കത്തില്ല, അതുകൊണ്ട് ലഗേജ് വെച്ച് പോകുന്നൊരു ഇവിടുത്തെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അതിന് പരിഹാരമായിട്ട് ഇപ്പോൾ തന്നെ ഇവിടെ മറ്റേ സ്മാർട്ട് ലഗേജ് ലോക്കർ വന്നിട്ടുണ്ട്. ഇത് ഞാൻ കഴിഞ്ഞ വന്നപ്പോൾ ഈ സാധനം ഇവിടെ ഇല്ലായിരുന്നു, ഇത് ഇപ്പോൾ ഈയിടെ അങ്ങനെ വന്നതാണ്. അതായത് മറ്റേ QR കോഡ് സ്കാൻ ചെയ്ത് നമുക്ക് തന്നെ ഇതിനകത്ത് ലഗേജ് കയറ്റി വയ്ക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു സംവിധാനം ഇവിടെ വന്നിട്ടുണ്ട്. അതിപ്പം ഇവിടെ 2 ഉണ്ട്, പിന്നെ അവിടെയും 2 ഉണ്ട്. അപ്പോൾ ഇത് പല റേറ്റിനാണ്, അതായത് ചെറുതുണ്ട് വലുതുണ്ട്. വലുതാകുമ്പോൾ പൈസ കൂടും, ചെറുതിനാകുമ്പോൾ അത്രയും പൈസ കാണത്തില്ല. നമുക്ക് എത്ര മണിക്കൂറത്തെ അവിടെ വയ്ക്കാം, ഒരു ദിവസം അല്ലെങ്കിൽ 12 മണിക്കൂർ, 8 മണിക്കൂർ, അങ്ങനെ പല പല നേരത്തേക്ക് നമുക്ക് ഇതിനകത്ത് ലഗേജ് വയ്ക്കാൻ പറ്റും. തിരുപ്പതിയിൽ നിന്നും നമ്മുടെ സ്വർണ്ണജയന്തി എടുത്തത് 7:12-നാണ്. ഇനി അടുത്തത് റണികുന്ത ജംഗ്ഷനാണ്, അത് കഴിഞ്ഞാൽ പിന്നെ ഗുഡൂർ ജംഗ്ഷൻ, പിന്നെ നമ്മൾ ആ മെയിൻ ആ ചെന്നൈ ഡൽഹി മെയിനിൽ കയറും. അപ്പുറത്തൂടെ നമുക്ക് പാരലായിട്ട് റേക്ക് പോകുന്നുണ്ടോ. ഇത് നിസാമാബാദിൽ നിന്ന് തിരുപ്പതി വരെ വന്ന റായലസീമ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസിൻ്റെ റേക്കാണ്. വണ്ടിയുടെ പേരുണ്ടോ റായലസീമ, എനിക്കതിന് ഇവിടുത്തെ എന്തോ റീജിയനാണ് എന്തോ റായലസീമ. അപ്പോൾ അതിൻ്റെ റേക്ക് ഇവരെനിക്കൊന്ന് ഷണ്ടേരി ആടിലും എങ്ങാണ്ട് കൊണ്ടുപോകണം കേട്ടോ. അതാണ് അപ്പുറത്തെ ലെല്ലിൽ കൂടെ നമുക്ക് പാരലായിട്ട് പോകുന്നത്. നമ്മളിപ്പോൾ റണികുന്ത ജംഗ്ഷനിലേക്ക് വേണ്ടി കയറിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടി പയ്യാണ് കയറുന്നത്. ഔട്ടിലൊന്ന് പിടിച്ചിട്ടായിരുന്നു, അപ്പോൾ പിടിച്ചിട്ടുകൊണ്ട് കുറച്ച് ലേറ്റ് ആയിപ്പോയി. ഇത്ര നേരം ഓൺ ടൈം ആയിരുന്നു, കുറച്ച് ലേറ്റ് ആയിപ്പോയി. ഈ റണികുന്ത ജംഗ്ഷനിൽ നമ്മുടെ വണ്ടി ഒരു കുറച്ച് നേരം പിടിച്ചിട്ടുണ്ട്. കാരണം ഇവിടെ ക്ലീൻ ചെയ്യാൻ വേണ്ടി ആൾക്കാർ കയറും കേട്ടോ. ഈ വാഷ്റൂംസും പിന്നെ അതിൻ്റെ പുറത്തത്തെ ആ ഒരു കയറുന്ന ഭാഗമൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാരൊക്കെ കയറും. അത് ഈ ചില സ്റ്റേഷനൊക്കെ കാണാം. ഇപ്പോൾ ഒരു ട്രെയിൻ പോകുമ്പോൾ ആ ട്രെയിൻ പോകുന്ന വഴിക്ക് ചില മെയിൻ സ്റ്റേഷൻ ഉണ്ടാകും. നമ്മുടെ അവിടെ നിന്ന് പോകുമ്പോൾ ഈറോഡൊക്കെയാണ്, ഈറോഡ് പിന്നെ പാലക്കാട് ഉണ്ടെന്ന് തോന്നുന്നു. ക്ലീൻ ട്രെയിൻ സ്റ്റേഷൻ എന്ന് പറയാം, അത് ഇവരുടെ ഒരു സ്കീമാണ്. അപ്പോൾ ഈ സ്റ്റേഷനിലൊക്കെ എത്തുമ്പോൾ ഇവിടുത്തെ ഈ ക്ലീനിങ് സ്റ്റാഫ് ഇത് മറ്റേ കോൺട്രാക്റ്റ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അവർ വന്ന് ഇതേപോലെ വണ്ടി ഫുൾ ക്ലീൻ ചെയ്യും. AC മാത്രമേ ക്ലീൻ ചെയ്യത്തുള്ളൂ, സ്ലീപ്പർ അങ്ങനെ ക്ലീൻ ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. AC മാത്രമേ അങ്ങനെ ചെയ്യാറുള്ളൂ. ചുമ്മാ ഒന്ന് ഓടിച്ച് കഴുകുക, അത്രേ ഉള്ളൂ.
ഇപ്പം നിങ്ങൾ കണ്ടത് 4.25 മണിക്കൂർ ലേറ്റായിട്ട് പോകുന്ന ന്യൂഡൽഹി ട്രിവാൻഡ്രം കേരള സൂപ്പർഫാസ്റ്റാണ്. അപ്പോൾ കേരളയും സ്വർണ്ണജയന്തിയും കൂടെ ഇവിടെ റെണികുന്ത് കഴിഞ്ഞപ്പോഴേക്കും മീറ്റ് ചെയ്തു. ഞാൻ ഈ വണ്ടിക്ക് ശരിക്കും പറഞ്ഞാൽ end-to-end ബുക്ക് ചെയ്താണ്, തിരുവനന്തപുരത്ത് നിന്ന് ബുക്ക് ചെയ്താണ്. മൊത്തം 3770 രൂപയാണായത് സെക്കൻഡ് AC-ക്ക്. അപ്പോൾ എനിക്ക് കയറാൻ പറ്റുന്ന കാര്യം മറ്റേ ചെന്നൈ ആലപ്പുഴയുടെ LHB റൺ ഇവർ ആദ്യം തീരുമാനിച്ചത് വേറെ ഡേറ്റാണ്. അത് കഴിഞ്ഞ് February 2 അപ്പോൾ അത് ബുക്ക് ചെയ്തു. അപ്പോൾ ഞാൻ ഈ യാത്ര ഇരിച്ചത് February 3. ഇതിൻ്റെ ടിക്കറ്റ് ഞാൻ റിസർവേഷൻ തുടങ്ങിയപ്പോൾ എടുത്തതാണ്. അപ്പം ഈ ചെന്നൈ ആലപ്പുഴയുടെ LHBയുടെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇത് ഞാൻ എറണാകുളത്തു നിന്നാക്കി. കാരണം ഞാൻ മറ്റേ LHBയുടെ വീഡിയോ എടുത്ത് വരുമ്പോഴേക്കും February 3 അപ്പോൾ എനിക്ക് അന്ന് രാവിലെ എത്തിയാൽ ട്രിവാൻഡ്രം പോകാൻ ടൈമില്ല. അപ്പോൾ ഇത് ഞാൻ ബോർഡിംഗ് പോയിൻറ്റ് മാറ്റിയപ്പോഴേക്കും കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും LHBയുടെ ഡേറ്റ് മാറ്റി മാർച്ചാക്കി. പോരെ എന്തോ പരിപാടിയൊക്കെ നോക്കണേ, അത്രയും പൈസ വീണ്ടും പോയി. അതുകൊണ്ടാണ് ഞാനിതിന് എറണാകുളത്തുനിന്ന് കയറാൻ തീരുമാനിച്ചത്. അപ്പോൾ ഇത് ഒരു തവണ ബോർഡിംഗ് പോയിൻറ്റ് മാറ്റിയാൽ പിന്നെ ബോർഡിംഗ് പോയിൻറ്റ് മാറ്റാൻ പറ്റത്തില്ല, തിരിച്ച് ബാക്ക് ടു ട്രിവാൻഡ്രം ആക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇനി എറണാകുളത്തുനിന്ന് കയറുന്ന വേറെ അവസ്ഥയില്ല. അതുകൊണ്ടാണ് എറണാകുളത്ത് നിന്ന് കയറിയത്. എന്നിട്ട് അത് പോകാനും പറ്റില്ല, അത് ക്യാൻസലാക്കി. മറ്റേ ചെന്നൈ ആലപ്പുഴ അവരുടെ ഡേറ്റ് മാറ്റി മാർച്ചാക്കി. നേരത്തെ February ആയിരുന്നു, ഇപ്പോൾ അത് മാർച്ചാക്കി. 13 മിനിറ്റ് നേരത്തെ നമ്മൾ കണ്ട് ഗുഡൂർ ജംഗ്ഷനിലേക്ക് കയറാൻ പോവാണ്. ഇതാണ് നമ്മുടെ മെയിൻ ലൈൻ, അതായത് ചെന്നൈയിൽ നിന്ന് ഡൽഹിക്ക് പോകുന്ന ആ ഒരു മെയിൻ റൂട്ടാണിത്. ആ മെയിൻ റൂട്ടിലുള്ള ഒരു സ്റ്റേഷനാണ് ഈ ഗുഡൂർ ജംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഗുഡൂർ ജംഗ്ഷനിലേക്കായിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വെച്ച് നമ്മുടെ ഭക്ഷണം കിട്ടും, ബ്രേക്ക്ഫാസ്റ്റും കിട്ടും. ഇവിടെ പ്ലാറ്റ്ഫോം 3ലേക്ക് ഒരു വണ്ടി വരുന്നുണ്ട്. ഈ വണ്ടി സെക്കന്ദരാബാദിൽ നിന്ന് ഇവിടെ ഗുഡൂർ വരെ വരുന്നൊരു വണ്ടിയാണ്. സിംഹപുരി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് കേട്ടോ, ആ വണ്ടിയുടെ പേരാണ് സിംഹപുരി. അത് ഇവിടം വരെ ഉള്ളൂ ഈ വണ്ടി. വൈകിട്ട് തിരിച്ചു പോകും. അപ്പോൾ അത് കണ്ട് ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ് സ്റ്റേഷനിൽ. നേരത്തെ എത്തിയിട്ടാണ് ഇവിടെ ഇങ്ങനെ കിടക്കുന്നത് കേട്ടോ. ഇനി 9:15 ഇവിടെ നിന്ന് എടുക്കത്തുള്ളൂ. ഇപ്പോൾ 9:05 ആയതേ ഉള്ളൂ. രാവിലെ കഴിക്കാൻ വേണ്ടി ഇഡ്ഡലി പറഞ്ഞിട്ടില്ല, ഇഡ്ഡലിയും പിന്നെ ചമ്മന്തിയും സാമ്പാറും. ഇവർ ഈ സൊമാറ്റോ സ്വിഗ്ഗി ഡെലിവറി ചെയ്യുമ്പോൾ ഒരു പ്ലേറ്റും കൂടെ കൊടുത്തോടാണ് വലിയ ഉപകാരമായിരുന്നു. ഇതിപ്പോൾ പിന്നെയും കുഴപ്പമില്ല. പക്ഷേ ഈ ബിരിയാണിയൊക്കെ ഇവിടെ നിന്നൊക്കെ ബിരിയാണി വയ്ക്കുമ്പോൾ കവറിനകത്തൊക്കെ കൊണ്ടുത്തരും. ബിരിയാണി എങ്ങനെ കഴിക്കാനാണ് പറ. ഒരു പ്ലേറ്റും കൂടെ ഇവർക്ക് കൊടുക്കാൻ വേണമെങ്കിൽ പൈസ എക്സ്ട്രാ മേടിച്ച് വേണം കൊടുക്കരുത് അല്ലേ. നമ്മളിപ്പോൾ നെല്ലൂര് സ്കിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ വണ്ടിയുടെ ഗ്ലാസ്സിനാണ് ഒട്ടും വൃത്തിയില്ല. നമുക്ക് ഫുൾ എന്തോ ചെളിയല്ല, എന്തോ കറ പോലെ. ഈ സ്വർണ്ണജയന്തി എക്സ്പ്രസ് സഞ്ചരിക്കുന്നത് 3014 കിലോമീറ്ററാണ്. 52 മണിക്കൂർ 30 മിനിറ്റ് എടുത്തിട്ടാണ് ഇത് സഞ്ചരിക്കുന്നത്. ഇതിനെക്കാട്ടും ഫാസ്റ്റസ്റ്റ് ആണ് കേരള എക്സ്പ്രസ് വരെ. 48 മണിക്കൂർ മതി കേരളയ്ക്ക്. നമ്മുടെ കേരളത്തിൽ നിന്ന് ഡൽഹിക്ക് പോകുന്ന ഏറ്റവും സ്ലോവസ്റ്റ് വണ്ടി എന്ന് വേണം ഈ വണ്ടി പറയാം. കാരണം ഇത് സൂപ്പർ ഫാസ്റ്റ് ആണെങ്കിലും സ്റ്റോപ്പ് അത്യാവശ്യമായിട്ട്, പിന്നെ സ്ലാക്ക് ടൈമും ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ കേരളത്തിൽ നിന്ന് ഡൽഹിക്ക് പോകുന്ന വണ്ടികളിൽ ഏറ്റവും സ്ലോവസ്റ്റ് വണ്ടി എന്ന് വേണമെങ്കിൽ ഈ സ്വർണ്ണജയന്തി തന്നെ പറയാം. കാരണം ഇത് നല്ല ടൈം എടുക്കും. ഹിമസാഗറിനെക്കാട്ട് സ്ലോവസ്റ്റ് ആണിത്. ഹിമസാഗറിന് വരെ 51 മണിക്കൂർ 50 മിനിറ്റ് എന്തോ മതി. പക്ഷേ ഇതിൽ 52.5 മണിക്കൂർ വേണം പോരെ. ഒന്ന് ആലോചിച്ച് നോക്കി. ഹിമസാഗർ തന്നെ എക്സ്പ്രസ് ആണ്. ഹിമസാഗറിനെക്കാട്ട് സ്ലോവസ്റ്റ് ആയിട്ടുള്ള സൂപ്പർ ഫാസ്റ്റ് വണ്ടി. ഇത് സൂപ്പർ ഫാസ്റ്റ് വിളിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. കാരണം ഇതിന് 56 km/h ആവറേജ് സ്പീഡ്. അതുകൊണ്ടാണ് സൂപ്പർ ഫാസ്റ്റ് ഓടുന്നത്. നമ്മൾ ഗുഡൂർന്ന് വിട്ട് പിന്നെ അടുത്ത സ്റ്റോപ്പ് ഇപ്പോൾ എത്താനായിട്ടുണ്ട് ഒങ്കോള്. ഒരു 2 മണിക്കൂർ ഗ്യാപ്പ് വെച്ചിട്ടാണ് ഇപ്പോൾ സ്റ്റോപ്പ് ഉള്ളത്. ഇനിയിപ്പോൾ അടുത്ത സ്റ്റോപ്പ് വിജയവാഡയാണ്. അത് ഉച്ചയ്ക്ക് 2 മണിയാണ്. പക്ഷെ അതിന് മുന്നേ എത്തും. സ്ലാക്ക് ടൈം ഉള്ളതോടെ അതിന് മുന്നേ എത്തും. പക്ഷേ നമ്മുടെ മുന്നിൽ 3-4 വണ്ടി ഉണ്ട്. മറ്റേ കോറമണ്ഡൽ എക്സ്പ്രസ് അങ്ങനെ കുറേ വണ്ടിയൊക്കെ ഉണ്ട്.
അപ്പം അതുകൊണ്ട് ഇത് ഓട്ടയ്ക്ക് അടിക്കത്തില്ല, ഇങ്ങനെ അതിൻ്റെ പുറമെ പോകത്തേ ഉള്ളൂ. അങ്ങനെ സൗത്ത് സെൻട്രൽ റെയിൽവേയുടെ ആന്ധ്രാപ്രദേശിലെ ഒങ്കോൾ സ്റ്റേഷൻ നമ്മൾ എത്തിയിരിക്കുകയാണ്. 3 മിനിറ്റ് ലേറ്റ് മാത്രമേ ഉള്ളൂ. സ്വർണ്ണജയന്തി അങ്ങനെ ലേറ്റ് ആവുന്ന ഹിസ്റ്ററി ഒന്നും ഇതുവരെ ഇല്ല. ഇങ്ങോട്ട് വരുന്ന മാത്രമേ എങ്ങാണ്ട് ലേറ്റ് ആവാറുള്ളൂ, പക്ഷെ അങ്ങോട്ട് പോകുന്ന ലേറ്റ് ആവാറില്ല. ഓൺ ടൈം തന്നെയാണ് എപ്പോഴും പോകുന്നത്. ഞാനിപ്പോൾ ഈ കോസ്റ്റ്യൂമൊക്കെ മാറിയിട്ട് വന്നു. അപ്പോൾ ഞാൻ ഈ ലോങ് യാത്രകളിൽ ഈ 2 രാത്രി 3 രാത്രി നീണ്ടു നിൽക്കുന്ന യാത്രകളിലൊക്കെ കുളിക്കാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ മറ്റേ അഡൾട്ട് വൈപ്സ് എന്ന സാധനം കിട്ടും. അതായത് ഈ വയ്യാതെ കിടക്കുന്ന ആൾക്കാർക്കൊക്കെ ഈ വൈപ്സ് വെച്ച് തുടച്ചു കൊടുക്കത്തില്ല, അതേപോലത്തെ വൈപ്പ് കിട്ടും, അഡൾട്ട് വൈപ്സ് എന്ന് പറയും. അപ്പോൾ ഈ അഡൾട്ട് വൈപ്സ് മേടിച്ച് വെച്ചിട്ടുണ്ട്. അതൊരു 20 വൈപ്പ് 25 വൈപ്പിൻ്റെ ഒരു പാക്കറ്റായിട്ട് കിട്ടും. അപ്പോൾ അത് നമുക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. നമുക്ക് അത് വെച്ചിട്ട് നമുക്ക് ദേഹം ഫുള്ള് തുടയ്ക്കാൻ പറ്റും. അതാകുമ്പോൾ നമുക്ക് എല്ലാം ഒന്ന് ക്ലീനായി കിട്ടും. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ഒന്ന് ഫ്രഷ് ആവുന്നത്. പിന്നെ മുഖമൊക്കെ പോയി ബാത്റൂമിൽ പോയി കഴുകും. പിന്നെ അല്ലാണ്ട് വൈപ്സ് വെച്ചൊന്ന് ബോഡി ഫുള്ളൊന്ന് വൈപ്പ് ചെയ്യും. അപ്പോൾ ഒന്ന് ഫ്രഷ് ആവും. അങ്ങനെയാണ് ചെയ്യുന്നത്. ബാത്റൂമിൽ പോയി കുളിക്കാൻ പറ്റത്തില്ലല്ലോ, ആകെ ചടപ്പാണ്, ശോകമായിരിക്കും. അതായാലും ഭേദം ഈ വൈപ്സ് വെച്ച് തുടയ്ക്കുന്ന. ഗ്ലാസ് ക്ലിയർ അല്ലാത്തതുകൊണ്ടേ മര്യാദയ്ക്ക് കാണാൻ പറ്റുന്നില്ല പുറത്ത്. അതാണൊരു പ്രശ്നം. പുറത്താണ് ഭയങ്കര ചൂട്, അല്ല പുറത്ത് കാണാൻ മാത്രമൊന്നുമില്ല, ഫുള്ളിങ്ങനെ ഉണങ്ങി കിടക്കുകയാണ്. അറിയാമല്ലോ, ആന്ധ്രയല്ലേ, ഒന്നുമില്ല. അതുപോലെ ഈ വിൻ്റർ ടൈമല്ലേ, വിൻ്റർ കഴിഞ്ഞ് വരുന്ന ടൈമാണ്. അപ്പോൾ ഒന്നുമില്ല. അപ്പോൾ ഇനി അടുത്തത് വിജയവാഡയാണ് അടുത്ത സ്റ്റോപ്പ്. അതിന് മുന്നേ ഈ വീഡിയോ എൻ്റെ ചെയ്യും. ഇത് ഫസ്റ്റ് പാർട്ട് വീഡിയോ ആണ്. സെക്കൻഡ് പാർട്ട് വീഡിയോ നിങ്ങൾ കാണാൻ പോകുന്നത് വിജയവാഡയിൽ നിന്ന് ഡൽഹി വരെയുള്ള കാഴ്ചകൾ. വണ്ടി ഇപ്പോൾ ബിഫോർ ടൈം ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തെനാലി ജംഗ്ഷൻ്റെ ഔട്ടറെ കൊണ്ട് പിടിച്ചിട്ടിരിക്കുകയാണ്. ഈ തെനാലി ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് എടുത്തിട്ടാണ് നമ്മുടെ ശബരി എക്സ്പ്രസ് ഇവിടെ സെക്കന്ദരാബാദ് പോകുന്നത്, മറ്റേ ഗുണ്ടൂർ വഴി, ഗുണ്ടൂർ നൽഗൊണ്ട വഴി. നമ്മുടെ പുതിയതായിട്ട് തുടങ്ങിയ ചർലപ്പള്ളി, കൊച്ചുവേളി, അമൃതഭാരതം അങ്ങനെയാണ് പോകുന്നത്. സ്വർണ്ണജയന്തിയുടെ നിസാമുദ്ദീനിലെ ടൈം നാളെ വൈകിട്ട് 6:45, അതായത് ചൊവ്വാഴ്ച വിട്ടിട്ട് വ്യാഴാഴ്ച വൈകിട്ട് 6:45. ഈ വണ്ടി നേരത്തെ എത്തിക്കൊണ്ടിരുന്നത് വൈകിട്ട് 5 മണി റേഞ്ചിനാണ്. ഇത് പിന്നെ സ്ലോ ഡൗൺ ചെയ്തു. തിരിച്ചുള്ള സ്വർണ്ണജയന്തി വിടുന്നത് വെള്ളിയാഴ്ച രാവിലെ 5:15 കേട്ടോ. ഈ യാത്രയിലുണ്ടല്ലോ, ഈ യാത്ര ശരിക്കും ഞാൻ പ്ലാൻ ചെയ്തത് ഈ സ്വർണ്ണജയന്തിക്ക് പോയിട്ട് ഡൽഹി നിന്നിട്ട് അടുത്ത ദിവസം തിരിച്ച് കേരള എക്സ്പ്രസ്സിന് വരാനാണ് പ്ലാൻ ചെയ്തത്. ടിക്കറ്റ് വരെ ബുക്ക് ചെയ്താണ്, കൺഫേം സീറ്റായിരുന്നു. അപ്പോഴാണ് വന്ദേ സ്ലീപ്പറിൻ്റെ ബുക്കിംഗ് തുടങ്ങിയെന്ന് അറിഞ്ഞത്. അപ്പോൾ ഞാൻ കേരളയുടെ ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത്, കേരള പിന്നെയും ചെയ്യാമല്ലോ, വന്ദേ സ്ലീപ്പർ ആകുമ്പോൾ നമുക്ക് എപ്പോഴും പോയി ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ വന്ദേ സ്ലീപ്പറിൻ്റെ ടിക്കറ്റ് ബുക്കിംഗ് തുടങ്ങി അന്ന് എടുത്തു. എന്നിട്ട് ഞാൻ ഡൽഹിയിൽ നിന്ന് കാമാക്കിക്ക് ടിക്കറ്റ് നോക്കിയപ്പോൾ ബ്രഹ്മപുത്ര മെയിലിന് ടിക്കറ്റ് കിടപ്പുണ്ടായിരുന്നു. അതിന് RAC ആണ്, ബുക്ക് ചെയ്തിട്ടു, കൺഫേം ആവുമായിരിക്കും. പിന്നെ കാമാക്കിയിൽ നിന്ന് ഹൗറയ്ക്ക് ഈ വന്ദേ സ്ലീപ്പറിനെടുത്തു. പിന്നെ ഹൗറയിൽ നിന്ന് പിന്നെ നാട്ടിലേക്ക് വണ്ടി നോക്കിയപ്പോൾ ഒന്നുമില്ല. ചെന്നൈ വഴിയുള്ളൊരു വണ്ടിക്ക് ടിക്കറ്റ് ഉണ്ടല്ലോ, അതിനെടുത്ത്. അങ്ങനെയാണ് പ്ലാൻ ചെയ്തത്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു NMG ട്രെയിൻ WP4 വെച്ചോണ്ട് പോകുന്നത് കാണുന്നത് കേട്ടോ. വിജയവാഡയുടെ ഒരു WP4 അതിൻ്റെ തൊട്ട് പുറയിൽ വിജയവാഡയുടെ ഒരു പുതുപുത്തൻ WP7 ലോക്കോ വെച്ചോണ്ട് ഒരു NMG ട്രെയിൻ കണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ വിജയവാഡയുടെ WP7 എനിക്ക് തോന്നുന്നു പുത്തനാണ്, അത് ഈയിടെ അങ്ങനെ ഇറക്കിയ സാധനമാണ്. WP4 ആണ് അതിനെ ലീഡ് ചെയ്തുകൊണ്ട് പോകുന്നത്. സാധാരണ NMGക്കൊക്കെ ഗുഡ്സ് ലോക്കോ അല്ലേ കൊടുക്കുന്നത്. ഇത് ഭയങ്കര റെയർ ആയിട്ടാണ് ഇങ്ങനെ കാണുന്നത് കേട്ടോ.
ഈ തെനാലി ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് എടുത്തിട്ടാണ് മറ്റേ ഗുണ്ടൂർ നൽഗോണ്ട വഴി സെക്കന്ദരാബാദ് പോകുന്നത്. അപ്പോൾ നമ്മുടെ ശബരി എക്സ്പ്രസ് പിന്നെ കൊച്ചുവേളി ചർലപ്പള്ളി അമൃത ഭാരത് ഇതെല്ലാം ഈ വഴിയാണ് പോകുന്നത് കേട്ടോ. ഒരു കനാല് പോലെ കാണുന്നുണ്ടോ? ഈ കനാലിന്റെ പേരാണ് ബക്കിംഗ്ഹാം കനാൽ കേട്ടോ. അതുകൊള്ള ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ബക്കിംഗ്ഹാം കനാൽ. നമ്മളങ്ങനെ വിജയവാഡ സ്റ്റേഷൻ എത്തുന്നതിന് മുമ്പുള്ള കൃഷ്ണ നദി കടന്നുകൊണ്ടിരിക്കണം. നല്ല വലിയൊരു പാലമാണ്, നല്ല വീതിക്കും നല്ല നീളത്തിൽ ഒഴുകുന്ന ഒരു നദിയാണ് കൃഷ്ണ നദി. നമ്മൾ കഴിഞ്ഞ വന്നപ്പോൾ ഇതിലും കൂടുതൽ വെള്ളം ഉണ്ടായിരുന്നു, പക്ഷേ ഇത്തവണ അധികം വെള്ളമൊന്നുമില്ല കേട്ടോ. ഇത്തവണ കുറവാണ്. എന്നാലും ചൂടും തണുപ്പൊക്കെ ഇല്ല, മഴയില്ലല്ലോ. വിജയവാഡ സ്റ്റേഷനിൽ കയറുന്നതിന് മുമ്പ് തന്നെ ഇവിടെ നമുക്ക് ഇലക്ട്രിക് ലോക്കോ ട്രിപ്പ് ഷെഡ് കാണാൻ പറ്റും. അവിടെ ഈ വിജയവാഡയുടെ ലോക്കോസ് മാത്രമേ കാണത്തുള്ളൂ. കൂടിപ്പോയ ലാലാഗുഡ, അതിനപ്പുറം വേറെ ഷെഡിന് ഒരു ലോക്കോ പോലും കാണത്തില്ല. എല്ലാം വിജയവാഡ കേട്ടോ. ഈ വിജയവാഡ ഷെഡിന് ഇഷ്ടം പോലെ ചവറ് കണക്കിന് ലോക്കോസ് ഉണ്ടറിയോ. അതുകൊണ്ട് നമുക്ക് പുതുപുത്ത സാധനം കണ്ടോ കേട്ടോ. നമുക്ക് നമ്മൾ നേരത്തെ ഒരു പുതുപുത്തൻ WP സോങ് കണ്ടാ, ഇത് നോക്കി നല്ല ഫ്രഷാണ് കണ്ടാ. അങ്ങനെ സ്വർണ്ണജയന്തി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ്സിലെ ഫസ്റ്റ് പാർട്ട് വീഡിയോയുടെ എൻ്റെയാണ്. നമ്മൾ വിജയവാഡ എത്തിയിരിക്കുകയാണ്. വണ്ടി 5 മിനിറ്റ് നേരത്തെയാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ് നിങ്ങൾ അടുത്ത ദിവസം കാണാൻ പോകുന്നത്. വിജയവാഡയിൽ നിന്ന് ഹസ്രത്ത് നിസാമുദ്ദീൻ വരെ നാളെ, അതായത് ഇന്ന് ബുധനാഴ്ച, വ്യാഴാഴ്ച വൈകിട്ട് 6:30 എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ സ്വർണ്ണജയന്തിയുടെ സെക്കൻഡ് പാർട്ട് വീഡിയോ അടുത്ത ദിവസം കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായം പറയാം. നെക്സ്റ്റ് ദിവസം കാണാം. ബൈ.